ഒരു അബ്കാരി ഓഫൻസ്. പക്ഷേ സംഭവം സീരിയസ് ആയത് സർ എക്സൈസ് ഓഫീസർ കൈയേറ്റം ചെയ്തപ്പോഴാണ്. ഞാൻ അവനെ ആദ്യം കൈവച്ചത്. അവനല്ലേ എന്നെ വണ്ടിയിൽ നിന്ന് വലിച്ച് താഴെ ഇട്ട്. സാറ് ഡോറിച്ചാരി എന്ന് പറയുന്ന അയാൾ കണ്ടിട്ടുണ്ടാവില്ല. കാണാതിരിക്കാൻ അവനെന്താ കണ്ണോടനാ റാസ്കൽ. സാർ അത് വിട്. താനെന്നെ ചേട്ടത്തടിച്ചോ? ഒന്നല്ല 2 പ്രാവശ്യം. സാർ ഒരുപാട് വയലന്റ് ആയിരുന്നു. ഇത്രയും പോലീസുകാരും ഗാർഡുമാരും പിടിച്ചിട്ടും സാറിനെ നിർത്താൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഒരു എക്സൈസ് ഓഫീസറുടെ കഴുത്ത് സാറിന്റെ കൈ കിടന്ന് പിടയ്ക്കുന്നു. സാർ ആരാ എന്താണെന്നറിയാതെ ആ സമയത്ത് രസീബിന് എന്ത് ചെയ്യാം? ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. സാർ ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല. സാർ സംയമനത്തോടെ കേൾക്കണം. പാതിരാത്രി ഒരുത്തനെ വണ്ടിയിൽ നിന്ന് വലിച്ചിട്ട് അടിയും കൊടുത്ത് മുണ്ടും പറിച്ച് സ്റ്റേഷനിൽ കൊണ്ടിട്ട സംയമനം ഇച്ചിരി കുറയും. അതുകൊണ്ട് ഞാൻ സംയമനം നോക്കേണ്ട കാര്യം പറ. ചാർജ് ചെയ്തിരിക്കുന്ന അബ്കാരി ആക്ട് 55A PDPP ആക്ട് സെക്ഷൻ 3 എടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലാത്സംഗമോ കൊലപാതകമോ ഒന്നും അല്ലല്ലോ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താ വെച്ചാൽ നിങ്ങളെ നാളെ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ പണി ഞാൻ കാണിച്ചു തരാം. നാളെ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല സാർ. എന്താ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സാർ സമാധാനമായിട്ട് കേക്ക്. ഈ കേസിൽ മജിസ്ട്രേറ്റിന് ജാമ്യം തരാൻ പറ്റില്ല. മിനിമം 10-12 ദിവസമെങ്കിലും സാർ സബ് ജയിലിൽ എടുക്കേണ്ടി വരും. സാറിന്റെ ഫോൺ ഏത് വക്കീലിനാണ് വിളിച്ചു ചോദിക്കും. സബ് ജയിലില് 10-12 ദിവസം. ഞാൻ അതും സെൻട്രൽ ഗവൺമെന്റ് കോട്ട എന്ന് എന്റെ കുപ്പി പിടിച്ചതിന് നിങ്ങളെ തൊലിഞ്ഞ നിയമം ഒന്ന് കൈ വെച്ചോണ്ടാ മതി. എടോ, 10-17 വർഷം ഞാൻ യൂണിഫോം ഇട്ടതാ. കാട്ടിലും മലയിലും മഞ്ഞത്തും കുറെ ഉറക്കമൊഴിച്ചതാ. ഇപ്പോഴും അതിന്റെ പേര് രാജ്യസേവനം തന്നെ. ഇതിന്റെ പേര് ജയിലിൽ പോയി എനിക്ക് സൗകര്യം. അല്ല, ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി എന്റെ വണ്ടി എടുത്തോണ്ടെങ്കിൽ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? പറയടോ, എന്ത് ചെയ്യുമെന്ന്. നിങ്ങളെല്ലാരും കൂടെ എന്നെ വെടിവെച്ചുല്ലോ. തൽക്കാലം ഇപ്പോ ഇവിടെ SIക്ക് മുകളിൽ ആരുമില്ലല്ലോ. തനിക്ക് തോളൻ നക്ഷത്രം 2 ഉള്ളൂ. ഇവിടെ പോണോന്ന് വിചാരിച്ച ഞാനൊക്കെ പോവും. കാണുമല്ലോ. നിങ്ങളെല്ലാരും കൂടെ എന്നെ വെടിവെച്ച് കൊല്ലുന്നില്ലല്ലോ. പറയടോ. ഏയ്, അതൊന്നുമില്ല സാർ. അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഇവിടുന്ന് പോകാൻ ശ്രമിച്ചാൽ അത് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോലാണ്. ഞങ്ങളുടെയൊക്കെ ജോലി പ്രശ്നമായതുകൊണ്ടും നിങ്ങൾ പോവാതെ നോക്കേണ്ട ഞങ്ങളുടെ ഡ്യൂട്ടി ആയതുകൊണ്ടും ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. താങ്കൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബലം. സാറിന് അങ്ങനെ പോകാൻ പറ്റില്ല. പറ്റുമോ? ലോകം വരെ കണ്ടിട്ടില്ലല്ലേ?